Just Telugu? no, Malayalam. Oh, Kerala, hello. Kerala We Bhasha. are Nepali. We are Nepali. Love Okay. from Nepal. നമസ്തേ. ഇത് ഇവിടുത്തെ ഒരു കടയത്തര മേടാണ് കേട്ടോ. സുഹൃത്തുക്കളെ, ഞാനിപ്പോ പൊക്രയിലാണ് ഉള്ളത്. പൊക്രയിൽ നിന്നും ലേക്ക് സൈഡിലേക്കാണ് പോകുന്നത്. ആൻഡ് ഇന്നത്തെ ഒരു വ്ളോഗ് വളരെ ഡിഫറെന്റ് ആണ്. ദിസ് ഈസ് മൈ ലാംഗ്വേജ് ഇൻ കേരള, മലയാളം. ജസ്റ്റ് Telugu? no, Malayalam. Oh, Kerala, hello. Kerala Bhasha. We are Nepali. We are Nepali. Okay. Love from Nepal. What is your name? My name is Promi Tamang. Okay, आपका नाम? My name is Susmita Tamang. Okay. My name is Samjana Gautam. And what's your name? My name is Chitran R. Oh, Okay. Where are you going now? we are going now lakeside. Yeah, you try. Yeah, lakeside in my relatives' home. Okay. Hello bro. हेलो, हाउ आर यू? Fine. हिंदी में बात करिए ना. हाँ जी। मेरा हिंदी ज्यादा नहीं है. हाँ हम टैक्सी चलाते हैं पोखरा में. नाइट में चला के 18 साल हो गया. 18 इंडिया गया? इंडिया नहीं गया, कौन सा देश भी नहीं गया. ഓക്കെ. സുഹൃത്തുക്കൾ എന്താ വിചാരിച്ച, ഞാനിവിടെ നമ്മളെ കൊക്കറയിൽ വരാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളെ പോർട്ടബിൾ ഗ്യാസ് സ്റ്റവ് ഉണ്ട്. അത് ഒന്ന് തപ്പാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഷെയർ വെഹിക്കിൾ കിട്ടും കേട്ടോ, ഷെയർ കാർ കിട്ടും. 3 ഗേൾസ് ഉണ്ട്. അപ്പോൾ ഞാനും കയറി ഇങ്ങോട്ട് വണ്ടിയിൽ. കാരണം ചെറിയ പൈസ കൊടുത്താൽ മതി. തനിച്ച് പോകാനാണെങ്കിൽ നല്ല പൈസ കൊടുക്കണം കേട്ടോ. ജസ്റ്റ് ക്ലോസ് ചെയ്ത് തുടങ്ങി ഇവിടുത്തെ ഷോപ്പും കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സിക്കിമിലേക്ക് കിടക്കുന്നവരെ എൻ്റെ നേപ്പാളിലെ ടറായി ഭാഗത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആണ്. ജസ്റ്റ് എക്സ്പ്ലോർ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. You visit Kerala? No. I never. No India. No. Only Nepal. Yeah. I reach के भन्छ sorry border. Okay, which border? Uttar Pradesh or Uttarakhand or ना Bihar or? के रे त्यो दाइ के रे त्यो विराटनगर उतापट्टिको He is no idea. start from the ഈ പുള്ളിക്കാരൻ്റെ ഹെയർ സ്റ്റൈൽ ഉണ്ട്. എന്ത് രസം നോക്കിയാൽ. No, this my सिकी जो हमारा बाप गुजर जाते हैं और वर्ष दिन में शरद देते हैं ना, चावल के, जोगबनी I remember. दूध के, उसके तरह ही इस रखना चाहिए ना. मैं भक्त हूँ. जगवानी which location? नहीं इस सृष्टि का भक्त हूँ. नारायण. जगवानी किधर है? इंडिया नेपाल? India which state? उत्तर प्रदेश, वो तो बिहार. मेरे को नहीं पता बट वो के रे हमारे नेपाल के विराटनगर से जुड़े हुए. ഓക്കെ. പൊക്ര നേപ്പാളിലെ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയാണ് കേട്ടോ. ഫസ്റ്റ് വരുന്നത് ക്യാപിറ്റലായ കാഠ്മണ്ഡു ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും മുന്നോട്ട് പോവാം. ഇന്ത്യയിലെ ഗോവ പോലെ തന്നെ ഒരു ഫ്രീ ആയ ലൊക്കേഷനാണ് കേട്ടോ. അതായത് കപ്പിൾസ് ആയാലും ലവേഴ്സ് ആയാലും കൂടാതെ തന്നെ പല ടൈപ്പുള്ള ആൾക്കാരുണ്ട് കേട്ടോ. അതൊരു ഓപ്പൺ സ്ഥലമാണ്. ഇവിടെ കണ്ടോ ആൾക്കാരൊക്കെ രാത്രിക്കൊക്കെ ഓടാനാണ് നടക്കുന്നത്. എന്തിനാണോ അറിയില്ല. ഒരു ഡിഫറെൻ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഒരു വ്യക്തിക്ക് എവിടെ വേണമെങ്കിൽ ഇരിക്കുക, നടക്കുക, അങ്ങനെയൊക്കെ പറ്റിയൊരു ലൊക്കേഷനാണ് നമ്മൾ നേപ്പാളിലെ പൊക്ര എന്ന് പറയുന്നത്. സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റി ഇൻ നേപ്പാൾ എന്ന് പറയും കേട്ടോ. ചെറിയൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ ഉണ്ട് ബസ്സിലൊക്കെ ആൾക്കാർ കിടന്നുറങ്ങുന്നുണ്ട്. ചെറിയ കടകളും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ഒരു ഡിഫറെൻ്റ് കേട്ടോ. നല്ല പൈസക്കാരാണ് കൂടുതൽ ഇവിടെ വരിക. കാരണം പൊക്ര നല്ല എക്സ്പെൻസീവ് ലൊക്കേഷനാണ്. കഴിഞ്ഞ നല്ല പൈസ പോകും. ഞാൻ മാക്സിമം ഇങ്ങനെ നടക്കും. ലാസ്റ്റ് എവിടെയെങ്കിലും ചെറിയൊരു ഒന്നുകിൽ ഡോർമെട്രി ഇല്ലെങ്കിൽ ചെറിയ റൂം അങ്ങനത്തെ നമ്മൾ എടുക്കേണ്ട ഒരു പ്ലാനിങ്ങിലാണ്. ജസ്റ്റ് ഒന്ന് വാക്കിംഗ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എന്താണ് സംഭവം? ഇവിടെയൊക്കെ എന്തോ കൊടുത്തിട്ടുണ്ടല്ലോ, സമരസ ഹോട്ടലിൻ്റെ ഒക്കെ പരസ്യം തോന്നുന്നു കേട്ടോ. ഞാനിവിടെ അധികം കണ്ടിട്ടുള്ളത് എന്താണ് ഫാമിലീസിനാണ്, പിന്നെ ഫോറിനേഴ്സാണ്. ഹായ് ഒരു പാവം പിന്നെ എവിടെയാണോ ഞാൻ നമ്മളെ ക്യാമ്പിങ്ങിൻ്റെ ആക്സസറീസ് എവിടെ കിട്ടുന്ന അന്വേഷിച്ചാണ് കേട്ടോ നടക്കുന്നത്. ഇവിടെയൊക്കെ ഉണ്ടോ വലിയ ഹോട്ടൽസാണ്. കോഫി ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞ വലിയ കടയാണ്. അങ്ങോട്ട് തിരിഞ്ഞേ നോക്കുന്നില്ല. കാരണം നമ്മളൊരു പരിപാടിയും ഇങ്ങനെയുള്ള സ്ഥലത്ത് നടക്കില്ല. ഹായ് ബ്രോ. ഇങ്ങനെയുള്ളൊരു പരിപാടി എന്താണ് നമ്മളെ പരിപാടി ഒന്നും ഈ ഒരു കട കണ്ടോ ഈ സ്ഥലത്തൊന്നും നടക്കത്തില്ല. ഇതേട്ടാ തലയെ കയറ്റുക. ഇതൊക്കെ ഉണ്ടോ ലക്ഷറി ഹോട്ടൽസ് ഒക്കെ പറഞ്ഞ് ഈ കാണുന്ന പരിപാടിയാണ്. ഞാനിവിടെ ഒരു അലൻ ചൗക്ക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അലൻ ചൗക്ക് ഇതരെ അലൻ ചൗക്ക് ഹൗ മെനി കിലോമീറ്റർ? 300 മീറ്റർ. ഓക്കെ, താങ്ക് യു. നമ്മൾ അലൻ ചൗക്കിലേക്ക് പോകേണ്ട പരിപാടിയാണ്. ഇത് ഫുൾ ടൈം ഓപ്പൺ ആണ് കേട്ടോ പറയുന്നത്. പൊക്ര പറഞ്ഞാൽ 24 hours ഓപ്പൺ ആണ് ഈ സ്ഥലവും കാര്യങ്ങളൊക്കെ. പിന്നെ ചില ഏരിയകളിൽ നിന്നൊക്കെ സോങ്സ് ഒക്കെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ കഴിയാറില്ല. ഇതൊക്കെ ഉണ്ടോ? എന്തിൻ്റെ ഷോപ്പാണാവോ?
എന്തൊക്കെയോ നമ്മുടെ വാട്ട് ഇസ് ദിസ് Himalayan medicine. ആയുർവേദിക് ഓക്കെ ആയുർവേദിക് മെഡിസിൻ ആട്ടോ ഇവരോട് ഇതിന്റെ ബോർഡൊക്കെ വിശ്വാസ് യുവർ ഷോപ്പ് നെയിം ഓക്കെ ഐ വിൽ കം ഓക്കെ ഒരു ഷൂ ആയിക്കോട്ടെ നമുക്കൊന്ന് ജസ്റ്റ് പുള്ളിക്കാരൻ്റെ ഷോപ്പൊന്ന് കണ്ടിട്ട് വരാം കാരണം അവർ ഷൂ അയച്ചാൽ പിന്നെ നമുക്കും അയക്കണം കേട്ടോ Mask फिर से गए. ആഹാ ഇത് क्या है रुद्राक्ष रुद्राक्ष. ഇത് ഒറിജിനൽ हाँ नेचुरल है. ഓക്കെ പുള്ളിക്കാരൻ ഒറിജിനലൊക്കെ ആണെന്ന് പറയുന്നത് ഇത് പഞ്ചമുഖിയെ वो 5 मुखिया इधर का 6 मुखिया. छमुखिए ओके कितनी पैसा है वो 350 का है. ये 1800 का है. इसे 350 ये 1800 का है. से पेपर है हाँ हिमालयन पेपर है. वो हिमालयन पहाड़ी नेपाल हिमालय नेपाल. ओरिजिनल श्योर खोल के देखो ना. ओके ओके आपका नाम राणा भाई. राणा भाई पोखरा विच साइड ले नो मेरा घर तो पहाड़ में. कौन सा जगह जुमला. जो या जुमला, रारा पहाड़ी ले. हिमालय मेरा मालूम है रारा मेरा घूमने हाँ, गंगड़ी सीजा है सीजा मेरा गाँव. ഒറിജിൻ ഓഫ് നേപ്പാൾ ഭാഷ ഇതൊക്കെ കേട്ടോ പുള്ളിക്കാരന്റെ ആയുർവേദിക് ഷോപ്പാണ് പൊക്രയിൽ വരുന്നത് പൊക്രയിൽ ആപ്ക ലൊക്കേഷൻ നാം ലേക്ക് സൈഡ് लेग साइड पोखरा Okay. लेग साइड. നമ്മുടെ മലയാളീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനോട് ഇഷ്ടമൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും കേട്ടോ നമ്മുടെ രുദ്രാക്ഷ ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഈ സാൽസോ രുദ്രാക്ഷ और रुद्राक्ष छिलका वाला. സീക്രവാല क्लीन नहीं किया अभी उसको. ഓക്കെ കാണുമ്പോൾ ഒറിജിനലൊക്കെ പോലെ ഉണ്ട് കേട്ടോ കുറെ എന്താണ് പറ്റിക്കുന്ന ആൾക്കാരും ഉണ്ട് പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ഒറിജിനൽ തോന്നിക്കും പക്ഷെ ഇത് കാണുന്ന നിങ്ങൾക്ക് വന്ന് മനസ്സിലാക്കണം കേട്ടോ ഈ രുദ്രാക്ഷം കാര്യങ്ങളൊക്കെ എനിക്ക് ഇതിന്റെ അറിയത്തില്ല ടൈപ്പ് ഓഫ് ഐറ്റംസ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട് എന്തല്ലോ ഇത് ടിമോർ കുമിൻ ഇത് നേപ്പാൾ ഭാഷ इंग्लिश में लिखा है. ഇംഗ്ലീഷ് ഒറിജിനൽ ഭാഷ ഇതൊരു സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ ഒരു ക്രൈസ് തോന്നുന്നുണ്ട് ഈ ഒരു ഷോപ്പ് കയറുമ്പോൾ കാരണം കുറേ വിശ്വാസികളൊക്കെയാണ് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അധികം വാങ്ങുക എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് പൊക്കര പോയ ഇങ്ങനത്തെ ഒരു ഐറ്റംസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി ഈ ക്യാ हैम ऑयल है. ഹെയർ ഓയിൽ ഓക്കെ എന്തായാലും എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നി കേട്ടോ പുള്ളിക്കാരൻ്റെ കട തോന്നുമ്പോൾ ഇതെന്താണെന്നുണ്ടോ നമ്മൾ ഈ മരത്തിൻ്റെ ഇതിലൊക്കെ കാണാറില്ല ഒരു സംഭവമാണ് ഞാനൊരു കടയിൽ വന്നതാണ് നമ്മളെ സ്റ്റൗ അന്വേഷിച്ച് വന്നതാണ് പക്ഷേ ഇവിടെ കണ്ടോ ഇങ്ങനത്തെ സ്റ്റൗ മാത്രമേ ഉള്ളൂ ഇത് ഗ്യാസ് ആണ് ഇത് സിമ്പിൾ കുക്കിംഗ് ആണ് നമുക്ക് എന്താണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ് പക്ഷേ വൺ ടൈം യൂസ് ആണ് കേട്ടോ ഏകദേശം ഒരു മണിക്കൂർ 2 മണിക്കൂർ ഉപയോഗിച്ചാൽ ഈ ഒരു ബോട്ടിൽ കളയണം ഇല്ല റീഫിൽ ചെയ്യാൻ കഴിയില്ല ഇതിൻ്റെ ടൈപ്പ് വേറെയാണ് ഞാൻ നോക്കുന്നത് ഏതാ വിചാരിച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം പക്ഷെ ഇത് ഇവിടെ കിട്ടില്ല ഞാൻ കുറേ നോക്കി ഈ സംഭവം ഓക്കെ വിച്ച് ബ്രാൻഡ് അയാൾ നോക്കുന്ന ഈ സംഭവമാണ് കേട്ടോ ഇത് റീഫില്ലബിൾ ആണ് ഇതിൽ ഡീസൽ ഫില്ല് ചെയ്യാം ഓക്കെ താങ്ക് യു ഹായ് മാഡം നമസ്തേ നമസ്തേ ഇത് ഇവിടുത്തെ ഒരു കടയത്തെ മേഡാണ് കേട്ടോ एक्स्ट्रा कवर है नहीं इसे नॉर्मल टेंट है इट्स नॉट पॉसिबल माउंटेन एरिया -1 -3 -10 व्हाट एक्स्ट्रा कवर भी है इसमें no I am also using this type tent it's not good in lifetime is not good हाँ it's just a video shooting photo shooting okay no problem just thank you this type gas not available sure हम नहीं देखेगा वो वाला okay Thank you so much. okay welcome Good night. ഇതൊക്കെ ഇവിടെ കടയത്തെ ഷൂസ് ഉണ്ടോ ട്രെക്കിംഗ് ഷൂസ് ആണ് പ്രൊഫഷണൽ okay just is it totally Nepal company है सॉरी this production totally Nepal है वो सेडर का है वो नेपाल में भी है इस ये वाला गोल्ड स्टार में ये नेपाल का कंपनी है ये वाला गोल्ड स्टार waterproof है वाटरप्रूफ है is how much दिस वन 8000 8000 नेपाल सेडर का 8000 है या ये सेडर है नहीं वाटरप्रूफ में है सेडर है इस ट्रैकिंग है यस 8000 Nepal यस okay this is looking good this one this also totally एंड ये वाला होमटो का है ये वाला में okay ये होमटो ब्रांड का है ना ये भी वाटरप्रूफ है ये 12400 का है ഓക്കെ ഓക്കെ താങ്ക് യു ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഡീക്കാത്ലോണിന്റെ പ്രൊഫഷണൽ എന്ന് പറഞ്ഞ ഒരു बहुत अच्छा है ഇന്ത്യൻ ഡീക്കാത്ലോൺ സ്പോർട്സ് ഓക്കെ ഓക്കെ മാഡം താങ്ക് യു എന്നാൽ നമ്മൾ ഗ്യാസ് ഈ ഒരു കടയിലും ഇല്ല നൈറ്റ് ലൈഫാണ് കേട്ടോ ഇവിടെയൊക്കെ സംഭവം അടിപൊളിയാണ് സ്റ്റിക്സ് ഒക്കെ ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ആവശ്യമില്ല
അതിന് മേളം അടിപൊളിയാട്ടോ, നല്ല കമ്പനി ആയിരുന്നു. ഓവർ പൈസയോ കാര്യങ്ങളൊന്നും വാങ്ങാൻ നിന്നിട്ടില്ല. അവർക്ക് എന്താണ് ആ സാധനം ഇല്ല, അവർ കാണിച്ചു തന്നു. ഞാൻ ഉദ്ദേശിക്കുന്ന ടെൻറ്റ് അതോ കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഇവിടുത്തെ കടകളാണ് കേട്ടോ. എന്തായാലും എനിക്ക് ഇവരെ ലൈഫ് സ്റ്റൈൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു നൈറ്റ് ലൈഫ് സെന്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ ആൾക്കാർക്ക് എന്ത് ഫ്രീഡം ആണോ. അതായത് ഇവിടെ 24 hours, ഒരു 12-1 മണി വരെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ചിലപ്പോൾ രാവിലെ വരെ ഉണ്ടാകും. ആൾക്കാർക്ക് എത്ര ഫ്രീഡത്തോട് വേണമെങ്കിൽ ഇതിലൂടെ നടക്കാം കേട്ടോ. സമയം ഇപ്പോൾ ഏകദേശം 12 മണിയായിട്ടുണ്ട്. എന്നിട്ട് നോക്കാം ഇവിടുത്തെ ലൈഫ് വളരെ എക്സ്പെൻസീവ് ഒരു സ്ഥലം. പക്ഷെ ഒരു നല്ലൊരു മനുഷ്യൻ്റെ ഒരു ഷോപ്പിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതാണ് പുള്ളിക്കാരൻ്റെ കട, ഹിമാലയൻ ഷെർപ്പ ട്രെക്കിംഗ് ഗിയർ സ്റ്റോർ. ഞാൻ ഇവിടുന്ന് ടെൻറ്റും എൻ്റെ അടുത്ത യാത്രക്ക് വേണ്ട സ്റ്റൗവും റെഡിയാക്കിയിട്ടുണ്ട്. സ്റ്റൗ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ് കേട്ടോ, നമ്മൾ വിചാരിക്കുന്ന പോലത്തെ സ്റ്റൗ അല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. എന്താണ് ഞാൻ കാണിച്ചു തരാം. ഡീസലും പെട്രോൾ ഉപയോഗിച്ച് കത്തിക്കുന്ന ഒരു ടൈപ്പ് സ്റ്റൗ ആണ്. ഇതാണ് കേട്ടോ, പുള്ളിക്കാരനെ പാക്ക് ചെയ്തു. ഹലോ, നമസ്തേ. Hello, ഹൗ ആർ യു? Namaste, I'm good. ഓക്കെ. I'm Yogi from Nepal. പുള്ളിക്കാരൻ അപ്പി ഹിമാലയൊക്കെ ട്രെക്ക് ചെയ്ത വ്യക്തി കേട്ടോ. ട്രെക്കിങ് ഇഷ്ടപ്പെടുന്ന ആളാണ്. ഞാൻ അടുത്ത പ്ലാൻ ചെയ്യുന്ന സ്ഥലം കാണിച്ചു തരാം. കാരണം ഇത് നമുക്ക് ലൈഫ് ലോങ് യൂസിങ് No problem. ഇതിന്റെ കുപ്പിയാണുണ്ടോ. ഈ കുപ്പിയിൽ നമുക്ക് ഡീസൽ പെട്രോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ പുള്ളിക്കാരൻ സജസ്റ്റ് ചെയ്യുന്നത് പെട്രോൾ മാത്രമാണ്. ഇതിന്റെ എന്താണ് പമ്പാണ്. ഇതിന്റെ കൂടുതൽ റിവ്യൂ ഒക്കെ കൊണ്ടുവരാം. നമുക്കിത് ഉപയോഗിച്ച് നോക്കി മാത്രമേ പറയാൻ പറ്റൂ. ഇത് കണ്ടോ, ഒരു കുപ്പിക്കകത്ത് ഡീസൽ വെച്ചിട്ട് പമ്പ് ചെയ്ത് കത്തിക്കുന്ന ടൈപ്പ് സ്റ്റൗ ആണ്. ഇതാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഇതും ടെന്റ് എന്താണ്, വിച്ച് ബ്രാൻഡ് സർ? This one is Nature Hike. നേച്ചർ ഹൈക്ക്. ഓക്കെ, യു പാക്ക് അതർ വൺ ആൾസോ ഫ്രീ ടൈം യു കറക്റ്റ് പാക്കിംഗ്. Okay. ഓക്കെ, ഇതാണ് കേട്ടോ. 1 person ആണ് വാങ്ങുന്നത്. എനിക്കിത് അഡ്ജസ്റ്റ് ആക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. പൈസയും കാര്യങ്ങളൊക്കെ നേപ്പാൾ പൈസയിൽ അതാണ് വാങ്ങാൻ നിൽക്കുന്നത്. കാരണം ഓൺലൈനിൽ ബുക്ക് ചെയ്ത് എത്തുമ്പോൾ കുറേ ദിവസമാവും. പലതരം ബ്രാൻഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു മനുഷ്യൻ എന്നെ പറഞ്ഞു, നീ ഇപ്പം ഇത് ഈ സാധനം ഇട്ടിട്ടില്ല, ഇത്രയും ദൂരം നടക്കുമ്പോൾ നല്ല ഐറ്റംസ് ഒക്കെ ഇടണ്ടേ. ഞാൻ പറഞ്ഞു നമ്മുടെ ഫണ്ടിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് ഇപ്പം നമുക്ക് നടക്കില്ല. ഈ ഷൂ ഒക്കെ കാണിച്ചപ്പോൾ പറഞ്ഞു ഇതൊന്നല്ല നീ ഉപയോഗിക്കേണ്ടത്. പക്ഷേ നീ ഇപ്പം തൽക്കാലം യാത്ര ചെയ്യും, എനിക്ക് ഫ്യൂച്ചറിൽ എല്ലാ കാര്യങ്ങളും വന്നു ചേർന്ന് പറഞ്ഞിട്ടുണ്ട്. Excuse me, guys. This guy is a future Bear Grylls of India. Please support him and subscribe him. Okay. What is your shop name in your location? Himalayan Sherpa Trekking Gears in Pokhara Lakeside. If you guys come here for trek, you are most welcome. This is your friend? Yeah, we went to Api. You Api base camp gaya to? We went to Api. Oh, Last June. Okay. Thank you. We went to Api. Yo, I am minus solo. 30 degree ba? I am Solo traveler yo. Thank you. Himalaya ഇതെന്തായാലും explorer. പാക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് പ്ലാനിങ് കേട്ടോ. ഞാൻ നല്ലൊരു മനുഷ്യനെ കണ്ടു. പുള്ളിക്കാരൻ ട്രെക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് സജസ്റ്റ് ചെയ്തൊരു ടെന്റ് കേട്ടോ. ഞാൻ 2 person നോക്കിയതായിരുന്നു. പക്ഷേ 2 person എന്നെ കൊണ്ട് ബഡ്ജറ്റ് നടക്കുന്നില്ല. ഇതാണ് ഈ 2 person വരുക. ഇതിന്റെ 2 person ഇവിടെ ഉണ്ട്. പക്ഷെ ഭയങ്കര വെയിറ്റ് ആണ് കേട്ടോ. 2 കിലോ 3 കിലോ വരുന്നുണ്ട്. അപ്പം 1 person എടുക്കുവാണ്. അപ്പോൾ ഇത് വാങ്ങേണ്ട പരിപാടി നമ്മൾ തൽക്കാലം പൈസയൊക്കെ കടം വാങ്ങി റെഡിയാക്കിയതാണ്. കാരണം ഓൺലൈനിൽ നിന്ന് വാങ്ങലും പിടിക്കലും നടക്കില്ല, കുറേ സമയം എടുക്കും. ഓൺലൈനിലാണെങ്കിൽ എനിക്ക് ഫണ്ട് ഒപ്പിക്കായിരുന്നു. ഇപ്പം ഞാൻ കടം വാങ്ങിയിട്ട് റെഡിയാക്കുന്നതാണ്. എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് കാണുമ്പോൾ വാങ്ങാനൊക്കെ തോന്നുന്നുണ്ട് സുഹൃത്തുക്കളെ. പക്ഷേ നമ്മളെ സാഹചര്യം കൊണ്ട് നമുക്കൊന്നും നടക്കത്തില്ല, സ്കിപ്പ് അടിക്കുവാണ്. എന്തെല്ലോ ഷൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ. ക്ലാസ് ഞാൻ ഈ പാൻറ് കണ്ടോ, ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന പാൻറ് ഒരു ട്രെക്കിംഗ് പാൻറ്റാണ്. പക്ഷേ ഏകദേശം ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ നിന്നാണ് ഞാൻ ഈ ഒരു പാൻറ് വാങ്ങിയത്. ഉത്തരാഖണ്ഡിൽ നിന്ന് വാങ്ങിയിട്ട് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ വേറെ ഒന്നും വാങ്ങിയിട്ടില്ല. പക്ഷെ നമുക്കത് മതിയെന്ന്, നമുക്ക് തൽക്കാലം നടന്നു പോകുന്നില്ലേ, അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ വിചാരിച്ചിട്ടാണ്. പുള്ളിക്കാരൻ്റെ ഷോപ്പൊക്കെ ഉണ്ടല്ലോ, അടിപൊളി ഷോപ്പ് കേട്ടോ. ഒരു ട്രെക്കിങ്ങിന് വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ, എല്ലാ സാധനം കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളെ ഇനിയുള്ള യാത്രയിലെ ടെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ സ്റ്റൗ എന്ന് പറയുന്നൊരു സംഭവം കേട്ടോ. ടുമോറോ അവൈലബിൾ 1 piece pump? Yes. Okay, I will come your shop tomorrow. Okay, thank you. ഞാൻ നമ്മളെ ഷോപ്പിൻ്റെ ഓണർ കൂടെ നടക്കുന്നു. പുള്ളിക്കാരൻ എനിക്ക് എന്താണ് ചെറിയ പൈസക്ക് റൂമൊക്കെ കാണിച്ചു പറഞ്ഞിട്ടുണ്ട്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുവാണ്. പൊക്കരയിൽ ഒരു നൈറ്റ് ലൈഫാണ് കേട്ടോ. എന്ത് എൻജോയ് ചെയ്യണം അറിയാം പീപ്പിൾ ഇവിടെ. ഇവിടെ എല്ലാ തരത്തിലുള്ള ആൾക്കാരുണ്ട് കേട്ടോ. മോശത്തിന് വേണ്ടത് മോശമായിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ അങ്ങനെയുള്ള ലൊക്കേഷനാണ്. പക്ഷെ ആൾക്കാരെ എൻജോയ് ചെയ്യണം കേട്ടോ. ആരും ശല്യപ്പെടുത്തത്തില്ല. 12 മണി കഴിഞ്ഞാൽ പോലീസ് വരുന്ന പറഞ്ഞു കേട്ടോ ഇവിടെ. വിച്ച് ടൈം ക്ലോസിംഗ് ദി സിറ്റി? Normally today is like weekend, Friday, because normally in Nepal we have holiday on Saturday. Oh, okay. Yeah, Sunday we have to go for work. Full time. Yeah, Sunday is full time. So only, People is happy. yeah, because it's It's open minded totally. Yeah, exactly, yeah. So Friday we have weekend, so people they go. Yeah, more than couples this area. Yes. They go to park and they drink and enjoy party. Yeah. All is available. Yep.
ഇതാണ് പുള്ളിക്കാരൻ്റെ സൈക്കിളാണ്. പുള്ളിക്കാരനെ ഞാൻ ഇങ്ങനെയാണ് ഒന്നി നടക്കുന്നത്. എനിക്ക് ചെറിയ പൈസക്ക് റൂം അറേഞ്ച് തരാൻ പറഞ്ഞു. ഇവിടെ ചോദിച്ചവരൊക്കെ 10,000, 8,000, 4,000 ഒക്കെയാണ് ചോദിക്കുന്നത്. 5,000 ഒക്കെ നമ്മളെ യാത്രയിൽ പോസിബിൾ അല്ല. കാണുന്നവർക്ക് ചെറിയ പൈസ ആയിരിക്കും, പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം വലിയ പൈസയാണ്. അപ്പം എന്താണ് 800-500 രൂപ നേപ്പാൾ പൈസക്ക് അറേഞ്ച് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം അത്രയും വിശ്വാസമായതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരിക്കലും ഇവരിങ്ങനെ നിൽക്കത്തില്ല. നൈറ്റാണ് ഇപ്പോൾ നടക്കുന്നത് ഒരു ഇടുങ്ങിയ വഴിയിലൂടെ. ആർ യു ഹാപ്പി ടുഡേ? ഹാപ്പി. പുള്ളിക്കാരെ കൂളാണ് കേട്ടോ. എത്ര സിമ്പിളായിട്ട് അപ്പി ഹിമാലൊക്കെ കൂളായി ട്രെക്ക് ചെയ്തൊരു വ്യക്തിയാണ്. അത് കേട്ടപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ പുള്ളിക്കാരന് മനസ്സിലായി. ഞാനൊരു ട്രെക്കർ അല്ലേ. ഈസ് ഹോട്ടൽ? No, that's a restaurant. ഓക്കെ. It's expensive. It's also is lodge and hotels. Yeah, this is a nice one. Okay. It's a luxury. A luxury one. Okay. It's starting is I think say 15,000 plus. Not 15,000, Oh. like 6,000. It's one day. One day, yeah. One day is a single room. Yes. Okay. 6,000. In Nepali rupee. Nepal is 6,000. Yeah. I think Hotel- foreigners is very cheap. This money. No, even for Indians it's cheap. Like rich Indian for 6. In India, if you go good hotel, you pay 20,000, 30,000. പുള്ളിക്കാരൻ പറഞ്ഞത് ഇന്ത്യയിൽ ഇതിനെക്കാട്ടിയും കൂടുതൽ പൈസ വരും. ഇന്ത്യക്കാർക്ക് ഇത് 1.6 വാല്യൂ. പൈസ വെച്ച് നോക്കുമ്പോൾ ചെറുതാണ് കേട്ടോ. ഞാൻ ഇവിടെ തപ്പാണ്. സമയം ഇപ്പം ഏകദേശം 12:30 ഒരു സ്ഥലത്ത് റൂം കിട്ടിയിട്ടില്ല. ലാസ്റ്റ് ഒരു സൈക്കിളുകാരനെ കണ്ടായിരുന്നല്ലോ. പുള്ളിക്കാരൻ്റെ ബിൽഡിംഗ് തൊട്ടപ്പുറത്താണ്. പുള്ളിക്കാരൻ്റെ സഹായത്തോടുകൂടി ചെറിയ പൈസ വേണം കേട്ടോ. നേപ്പാൾ പൈസ 600 രൂപയ്ക്ക് ഞാൻ നിൽക്കുന്ന റൂമാണ്. പിന്നെ ഈ ഒരു വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അവർ എനിക്ക് എന്താണ് ഫുഡും അതിൻ്റെ കൂടെ തരാൻ പറഞ്ഞിട്ടുണ്ട്. അത്രയും ഫ്രണ്ട്ലി ആയി സംസാരിച്ചുകൊണ്ട് മാത്രമല്ല, ലക്ഷറിയാണ്. ലൈഫിൽ തന്നെ പൊക്കറ ഇതുപോലത്തെ വലിയ സ്ഥലത്ത് ഞാൻ താമസിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. റൂം കൂടി കാണിച്ചത് സത്യം പറഞ്ഞാൽ ഞാൻ അമ്പരുന്നു. പക്ഷേ നമ്മളൊരു കോൺഫിഡൻസ് വിട്ട് കളിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ എൻ്റെ റിയൽ ലൈഫിൽ. ഹായ് ബ്രോ. ഹായ്. ജസ്റ്റ് സേ ഹായ്. ഓക്കെ. ഇതാണ് കേട്ടോ ഇവരെ ഹോട്ടലിൻ്റെ ഉള്ളുഭാഗം. ഇത് ജസ്റ്റ് രാത്രിക്കുള്ളൊരു വ്യൂ ആണ് കേട്ടോ. നിങ്ങൾ ചിന്തിക്കണം, പൊക്കറ പോലെ സ്ഥലത്ത് വന്നാൽ ഇതേപോലത്തെ റൂമിനുള്ള കയറാൻ പറഞ്ഞാൽ ചുരുങ്ങിയത് 4,000 രൂപയാണ് പൈസ. ഒറിജിനൽ പൈസ എന്ന് പറഞ്ഞ റൂമിൽ 4,000 രൂപയാണ്. പക്ഷേ അഡ്ജസ്റ്റ് നിൽക്കുന്നത് കേട്ടോ. ഇതാണ് ഇവരെ അക്യൂറൊക്കെ ഉണ്ട്. ഈ ഒരു ഭാഗത്ത് ഞാൻ കാണിച്ചു തരാം. സമയം 12 മണിക്കാണ് കേട്ടോ. ഇവിടെ ആരും ഉറങ്ങാറൊന്നുമില്ല. ഈ സ്ഥലം അങ്ങനെയാണല്ലോ. ഇവിടെ സെറ്റപ്പ് ഒക്കെ നോക്കി എന്തല്ലേ. നമ്മളെ ഹോട്ടലുകാരനെ കൂടി കാണിച്ചു തരാം. Hi bro, just off the video. Just off this video. Okay. Hi. Namaste. I am from Kerala. Okay. What is your name? Mahendra Giri. Mahendra Giri. Yes. This is the correct location in your hotel? Yeah, this location is Lakeside 6. Lakeside 6 in Six. Pokhara. Pokhara, Pokhara yeah, main Pokhara. bazaar. Yeah, main city. Okay. Lakeside. How to go my room? ഇവിടെ ലിഫ്റ്റ് ആണ് കേട്ടോ. സൗകര്യം മൊത്തം ലിഫ്റ്റ് ആണ്. Leave. Yeah. My floor is 6. 6th floor. Yeah. Okay. 6th floor. Just open. ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ തന്നെ ആദ്യമായിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ വ്ളോഗ് ഒരു ടോട്ടൽ ലക്ഷറി ടൈപ്പ് വ്ളോഗാണ്. കാരണം ഇതേപോലെ വലിയൊരു സ്ഥലത്ത് വന്നിട്ടാണ്. 6 Yeah, 6. ജസ്റ്റ് ഇപ്പോൾ 6. ഓക്കെ. എനിക്ക് അത്ര വലിയ പരിചയമൊന്നുമില്ല കേട്ടോ ലിഫ്റ്റ് കയറിയിട്ട്. പിന്നെ മുകളിലോട്ട് പറക്കുകയാണ് സുഹൃത്തുക്കളെ, മുകളിലോട്ട് പറക്കുകയാണ്. കാരണം എൻ്റെ വ്ളോഗിൽ കുറേ ആൾക്കാർ പറയാറുണ്ട് ഇതേപോലെ വലിയ സിറ്റികളിൽ പോയാൽ നീ എങ്ങനെയാണ് ജീവിക്കുക, അതുകൂടി പറഞ്ഞു തരാൻ വേണ്ടി. ഇതൊന്നും വേറൊരു ഓപ്ഷൻ ഇല്ല. ഞാനിവിടെ മെയിനായിട്ട് വന്നതെന്താണ് എൻ്റെ ടെൻറ്റ് വാങ്ങാൻ വേണ്ടിയാണ്. അത് കിട്ടി. അതിന് വലിയ സന്തോഷം കേട്ടോ. ഇനി നേരെ സിക്കിം പോയിട്ട് നമ്മളെ കാട്ടിലൂടെയുള്ള വീഡിയോസൊക്കെ വേഗം വരുന്നതാണ്. 4, 5, 6 8 ടോപ്പിലാണ് രാവിലത്തെ വ്ളോഗൊക്കെ കൊണ്ട്. അതായത് ഒരു സിറ്റി, ഒരു വലിയ പട്ടണം, അതായത് ഏഷ്യയിൽ തന്നെ ഫേമസ് ആണ് കേട്ടോ നമ്മൾ ഈ പൊക്ര എന്ന് പറയുന്നത്. ഓപ്പൺ ദ ഡോർ. ഐ ആം ഗോട്ട് മൈ റൂം. റൂം കണ്ട എൻ്റെ കിളി എത്രയോട്ടം പോയി എനിക്കറിയത്തില്ല. കാരണം ഫുള്ള് CCTV കൺട്രോളാണ്. ഫ്രീ വൈഫൈയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേപ്പാൾ പൈസ 600 രൂപ പറയുമ്പോൾ ഇന്ത്യൻ പൈസ പറയുമ്പോൾ ചുരുങ്ങി ഇന്ത്യൻ പൈസ 1.6 വെച്ച് ഹരിച്ചാൽ മതി. ഇവിടെ ഡോർ തുറക്കട്ടെ. ഇവിടെ ഇരുട്ടാണ്. റൂമിനുള്ളിൽ കയറി. എന്താണ് ഇത്ര കൗതുകം ചോദിച്ചാൽ സുഹൃത്തുക്കളെ തമാശക്ക് പറയുന്നല്ല, എൻ്റെ ലൈഫിൽ തന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും വലിയൊരു റൂമിൽ നിൽക്കുന്നത്. എൻ്റെ ലൈഫിൽ തന്നെ ഇത്രയും ലക്ഷറി ആയ ഒരു റൂം. ഓക്കെ. അതായത് ശരിക്കും നേപ്പാൾ പൈസ എന്ന് പറയുന്നത് 5,000 രൂപ 6,000 രൂപേൻ്റെ റൂമാണ് ഈ കാണുന്നത്. പക്ഷെ എനിക്ക് ഈ റൂം കിട്ടിയിരിക്കുന്നത് 600 രൂപ നേപ്പാൾ പൈസക്കാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മളെ സോഷ്യൽ മീഡിയ അവരെ ചെക്ക് ചെയ്യുകയുണ്ടായി. ഇൻസ്റ്റാഗ്രാം ഉണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം 2.5 ലക്ഷത്തോളം ഫോളോവർ ഉണ്ട്. അത് അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവർ ജസ്റ്റ് പറഞ്ഞൊരു പ്രൊമോഷൻ വീഡിയോ പോലെ ചെയ്താൽ എനിക്ക് പൈസ കുറച്ച് തരാം. അങ്ങനെ ഒരു റീസൺ കൊണ്ടാണ് ശരിക്കും 4,000-5,000 രൂപ റൂമിൽ 600 രൂപ കിട്ടുന്നത്. എന്തായാലും വളരെ ഹാപ്പിയാണ്. കാരണം ഈ ഒരു ഭാഗത്ത് 600 രൂപക്ക് ഡോർമെറ്ററി അല്ലാണ്ട് വേറെ ഒന്നും കിട്ടത്തില്ല. വളരെ ഹാപ്പിയാണ് കേട്ടോ. ലൈഫിൽ തന്നെ എനിക്ക് ഇതുപോലെ റൂം കിട്ടുന്നതായിരിക്കും വിചാരിച്ചതല്ല.
ടോയ്ലറ്റൊക്കെ നോക്കിയേ. കാട്ടിലെ പുഴയോരത്തൊക്കെ പോയി രാവിലെ പ്രഭാത കർമ്മങ്ങൾക്ക് ഇരിക്കുന്ന ഞാനാണ്. സിറ്റിയിൽ വന്നപ്പം ഇത് ലക്കിയാണ് കേട്ടോ. ഇത് ഉൾപ്പെടുത്താൻ കാരണം വിചാരിച്ച നമ്മുടെ സത്യസന്ധമായ വ്ളോഗാണ്. എൻ്റെ റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇത്രയും ക്യൂരിയോസിറ്റി ആയിട്ട് ഒരു റൂമല്ലേ ഇത് എന്തിനാണ് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ചോദിച്ചാൽ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്. അതുകൊണ്ടാണ് കേട്ടോ സുഹൃത്തുക്കളെ. എന്തായാലും ഇപ്പം ഭക്ഷണം വരും. 12 മണിയായി. ഞാൻ ആലോചിക്കുകയായിരുന്നു കുറേ സമയമായിട്ട്. കാരണം ഈ ടെൻറ്റ് വാങ്ങാൻ വേണ്ടി. ഇതുണ്ടോ ഈ ടെൻറ്റിന്, ഈ ഒരു സ്റ്റൗവിനും വേണ്ടി. ഇതാണ് ടെൻറ്റിൻ്റെ ബ്രാൻഡ് കേട്ടോ. നൈലോൺ ക്ലോത്ത് വരും. നൈലോൺ ക്ലോത്തിൻ്റെ ടെൻറ്റാണ്. 1% ടെൻറ്റാണ് കേട്ടോ. ലൈറ്റ് വെയിറ്റ് ആണ്. വളരെ ഹാപ്പിയാണ്. കൂടെ നിൽക്കുക കേട്ടോ. നമ്മളെ വ്ളോഗിൽ എല്ലാവരും കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. പൊക്കറയിലെ റിയൽ ലൈഫ്, നൈറ്റ് ലൈഫാണ്. നാളെ രാവിലെ മുതൽ ഡേ ലൈഫും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഗുഡ് മോർണിംഗ്. 2ാമത്തെ ദിവസമാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഈ പൊക്ര എന്ന നേപ്പാളിലെ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റി എന്ന് അറിയപ്പെടുന്ന പൊക്ര എന്ന ഈ ഒരു പട്ടണത്തിൻ്റെ ഒരു വലിയ വ്യൂ കാണിച്ചു തരാം. ഗണ്ഡകി പ്രൊവിൻസിലാണ് കേട്ടോ പൊക്ര സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലം നോക്കിയാൽ നിങ്ങൾ, എൻ്റെ അമ്മ, ഇത്രയും വലിയൊരു പട്ടണത്തിലായിരുന്നു ഇന്നലെ രാത്രി അത് നടന്നു പോയത്. സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അത്യാവശ്യം ഫേമസ് ആയിരിക്കുന്നത്. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ കാഠ്മണ്ഡുമായിട്ട് പോപ്പുലേഷൻ ബേസ് ആയാലും. എൻ്റെ നോക്കിയേ, നിയർ ബൈ മൊത്തം മൗണ്ടെയിൻസ് കേട്ടോ. ഹില്ലി റീജിയനിലാണ്. അതിൻ്റെ നടുക്ക് വരുന്ന പ്ലെയിനായ ഏരിയയിലാണ് ഈ ഒരു പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഈ 2 മലകൾക്ക് നടുക്ക് അന്നപൂർണ്ണ സർക്യൂട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ മൂടി ക്ലൈമറ്റാണ് ആ ഒരു മലമുകളിൽ മൊത്തം. അതുകൊണ്ടാണ് അത് മറിഞ്ഞിരിക്കുന്നത്. ഒരു മണ്ടത്തരം പറ്റി. രാവിലെ ആയിരുന്നു ഒരു വ്യൂ ഉണ്ടായിരുന്നത്. ഞാൻ കാത്തു നിന്ന് നല്ല വൃത്തിക്ക് കാണാൻ വേണ്ടി. പക്ഷേ അത് നമുക്ക് സ്കിപ്പായി പോയി കേട്ടോ. ഭാഗ്യമില്ല. ആ കാണുന്ന 2 മൗണ്ടെയിൻസിൻ്റെ നടുക്കായിട്ടാണ് അന്നപൂർണ്ണ സർക്യൂട്ട്. ദൂരെ നിന്ന് കാണാൻ കേട്ടോ. ഇവിടുന്ന് ഏകദേശം 150 കിലോമീറ്ററോളം ലോങ് ആയിട്ടാണ് അന്നപൂർണ്ണ സ്ഥിതി ചെയ്യുന്നത്. അന്നപൂർണ്ണ എന്ന സർക്യൂട്ടിൻ്റെ നിയർ ബൈ വരുന്ന പട്ടണമാണ് ഈ പറയുന്ന പൊക്ര എന്ന് പറയുന്നത്. ഇതാണ് കേട്ടോ ഒരു മോർണിംഗ് വ്യൂ. നിങ്ങൾ നോക്കിയ ഒരു ആംബിയൻസൊക്കെ ഈ ഒരു പട്ടണത്തിന് നടുക്കൂടെ ഒരു പീസ്ഫുൾ ആണെന്ന് പറയാട്ടോ. ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് രീതിയാണെന്ന് പറയാം. ഞാൻ പറഞ്ഞല്ലോ, പോക്കറ്റിൽ ഒരു 2 ലക്ഷം രൂപയ്ക്ക് ഒരു മാസം ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലം, അത് നിങ്ങൾക്ക് സിറ്റിയും വേണം, നിയർ ബൈ മൗണ്ടെയിൻസും വേണം, എല്ലാ സൗകര്യങ്ങളും വേണം. എയർപോർട്ട് വേണം, പിന്നെ ടാക്സി വേണം വിളിച്ചാൽ, വലിയ വലിയ ഹോട്ടലുകൾ വേണം, വൈൽഡ് ടെൻറ്റ് ക്യാമ്പിംഗ് വിത്ത് ഗൈഡ് വേണം. അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർ ഇങ്ങനെയുള്ള പട്ടണങ്ങളൊന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ. അതിനൊക്കെ പറ്റിയ സ്ഥലമാണ് പൊക്ര എന്ന് പറഞ്ഞത്. 24 hours ഹാപ്പി ലൈഫ് ആഗ്രഹിക്കുന്നവരൊക്കെ, അതായത് എൻജോയ് ചെയ്യും. നിങ്ങൾ ആരും ഡിസ്റ്റർബ് ചെയ്യില്ല. ഈ സ്ഥലം അങ്ങനെയാണ്. അങ്ങനെ വിചാരിക്കുന്നവർക്ക് പറ്റിയൊരു സ്പോട്ടാണ് പൊക്ര എന്ന് പറയുന്നത്. ബഡ്ജറ്റ് ട്രാവൽ ചെയ്യുന്നവർക്ക് പോസിബിൾ ആണെന്ന് ചോദിച്ചാൽ 1-2 ദിവസം മാത്രം. അതിനപ്പുറം നിൽക്കുവാണെങ്കിൽ നിങ്ങൾ കീശ കയറും. ഒരിക്കലും പോസിബിൾ അല്ല. പിന്നെ നിങ്ങൾ ബുദ്ധിപരമായ ട്രിക്ക് പോലെ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. പക്ഷേ ലൊക്കേഷൻസ് ഒരിക്കലും ഞാൻ പറയാലോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഞാൻ വലിയ പട്ടണം, എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ വരുന്ന വലിയൊരു പട്ടണമാണ് ഈ നേപ്പാളിലെ പൊക്ര എന്ന് പറയുന്നത്. എനിവേ അടിപൊളിയായിരിക്കുന്നു കേട്ടോ. നിയർ ബൈ മൗണ്ടെയിനൊക്കെ നമുക്കാണ്. എന്ത് രസമാണെന്ന് നോക്കിയേ. രാവിലത്തെ ഫുഡാണ് എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് എപ്പോഴും കാണിക്കാറുണ്ട്. മോമോസ്. നേപ്പാളിൽ എവിടെ പോയാലും മോമോസ് കിട്ടും. 9 മണിയാണ് കേട്ടോ. 9:07 ഞാൻ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ പറയുമ്പോൾ ടൈം വ്യത്യാസമാവും. 15 മിനിറ്റ് ബാക്കോട്ടാണ്. ചിക്കൻ മോമോസാണ് 120 രൂപയ്ക്ക് തരാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വാങ്ങിയത്. മോമോസ് നമുക്ക് എന്താണ് ഫുൾ ടൈം കഴിക്കാൻ പറ്റുമോ ചോദിച്ചാൽ അങ്ങനെ സജസ്റ്റ് ചെയ്യില്ല. പക്ഷേ ചില സമയത്ത്, തണുപ്പുള്ള സമയത്തൊക്കെ മോമോസ് അടിപൊളിയാണ്. ചില സമയത്തൊക്കെ നമുക്ക് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റും. കാരണം ഒരു ഡിഫറൻ്റ് ആണ്. അവർ ചൂടില്ല. ചൂട് നമ്മളെ വായിലൊക്കെ ഇറങ്ങുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അത് ഒരു വേറെ തന്നെയാണ്. ചിലവരാക്കിയ മോമോസ് കഴിക്കാൻ നല്ല രസമാണ്, ചിലവരാക്കിയ രസം ഉണ്ടാവില്ല. ഇവരെനിക്കെന്താണ് നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ നീറ്റ് ആൻഡ് ക്ലീനിലാണ് ആക്കി തന്നത്. ലൈവോടെ ആക്കി തന്നതാണ്. വീഡിയോ എടുക്കാൻ എനിക്ക് സമ്മതം കിട്ടിയില്ല. അവരുടെ ഫാമിലിക്ക് എന്തോ മടിയായിരുന്നു. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. ഈ ഒരു മോമോസ് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ടേസ്റ്റി ആണെന്ന് പറയാം. അതിൻ്റെ അച്ചാർ കണ്ടോ, അതാണ് ആ കൂടിയുള്ളത് അച്ചാർ. അച്ചാറിൽ അതിങ്ങനെ മറ്റന്നെ ഇട്ടിട്ടാണ് നമ്മൾ ഈ മോമോസും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത്. പക്ഷേ സംഭവം അടിപൊളിയാണ് കേട്ടോ. ഒരു ഡിഫറൻ്റ് ആണ് ഇവിടുത്തെ മോമോസൊക്കെ. എൻ്റെ ഡേ ലൈഫ് ബ്ലോഗിൽ ഞാൻ എന്താണ് രാവിലത്തെ ഒരു കാഴ്ച ഉൾപ്പെടുത്താൻ പോവുകയാണ്. ഞാൻ സാധനം വാങ്ങിയ കട തൊട്ടപ്പുറത്തുണ്ട് കേട്ടോ. രാത്രിക്ക് ഞാനിവിടെ കുറച്ച് ഫോട്ടോസിൻ്റെ ഒരു കട കണ്ടിട്ടുണ്ട്. ഇതുണ്ടോ, നമ്മളെ ഭയങ്കര അട്രാക്റ്റീവായിട്ടൊരു ഷോപ്പാണ്. ഇവരെ എന്താണ് തമാക് ആർട്ട് ഗാലറി എന്നായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. എന്ത് കളർഫുള്ളാണെന്ന് അറിയോ. നമ്മളെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മളെ എവറസ്റ്റിൻ്റെ ഒക്കെ ഒരു പടം ഇവർ വരച്ച് വെച്ചാൽ തോന്നുന്നു. ഇത് ഈ കാണുന്ന അന്നപൂർണ്ണയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവർ പറഞ്ഞപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. താഴേക്ക് കണ്ടോ ഫേവ ലൈക്കിൻ്റെ ഒരു പിക്ചറാണെന്നാണ് ഇവിടുത്തെ ആൾക്കാർ ചോദിച്ചപ്പം പറഞ്ഞത്. ഇവിടുത്തെ ആർട്ട് ഗാലറിയൊക്കെ മസ്റ്റ് വിസിറ്റ് ആണ് കേട്ടോ. നമ്മളെ നേപ്പാളിലൊക്കെ എന്ത് രസമാണെന്നറിയോ. ഇതൊക്കെ ഇവരെ ഓൾഡ് ഫോട്ടോസ് കേട്ടോ. നമ്മളെ എന്തെങ്കിലും ഹിസ്റ്ററീസ് ഉണ്ടാവും, പക്ഷേ എനിക്കറിയില്ല. പിന്നെ നമ്മുടെ ബുദ്ധ രീതി പരമായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇവരെ ഈ ഒരു ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി കാണിച്ചതാണ്. കാരണം അത്രയും അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഇതൊക്കെ കണ്ടോ നമ്മളെ ഉൾഗ്രാമങ്ങളിലൂടെയൊക്കെ ഒരു സംഭവമാണ്. ഫോട്ടോ എടുക്കാൻ പെർമിഷൻ ഇല്ല, വീഡിയോ മാത്രം എടുക്കാനാണ് പെർമിഷൻ ഉള്ളത്. പക്ഷെ എന്ത് രസമാണെന്ന് പറയാം. ടൈപ്പ് ഓഫ് ഫോട്ടോസൊക്കെ ഉണ്ട് കണ്ടു ഇവിടെ അടുക്കി വെച്ചിട്ടുള്ളത്. ഫോട്ടോ എടുക്കാൻ പറ്റില്ല കാരണം ഇവർ സെയിൽ ചെയ്യുന്നതാണല്ലോ. ജസ്റ്റ് ഞാൻ ഇവരോട് പെർമിഷൻ ചോദിച്ചു വീഡിയോസൊക്കെ എടുത്തോട്ടെ. അങ്ങനെ എന്നോട് അകത്ത് കയറ്റതാണ്. എന്ത് രസമാണ് നോക്കിയല്ലേ. ഇത് നമ്മളെ
ഈ യാക്കാണ്. ഈ യാക്കിൻ്റെ പുറത്ത് സാധനങ്ങൾ വെച്ച് ട്രക്ക് ടൂറിസ്റ്റ് വരുമ്പോൾ അവർ അങ്ങനെ അതിപ്പോൾ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ നേപ്പാളിലെ ഡോൾപ്പ ജില്ലയിൽ ഈ സംഭവം റിയൽ ലൈഫാണ്. എനിക്ക് തോന്നുന്നു ഡോൾപ്പയാണ് തോന്നുന്നത് കേട്ടോ. എന്തായാലും സംഭവമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇവരെ ആർട്ട് ഗാലറിയൊക്കെ. ഹലോ സാർ, ഗുഡ് മോർണിംഗ്. വാട്ട് ഈസ് യുവർ നെയിം? My name is C.D. Lama. Okay, your shop address and shop name. Yeah, shop name is Tamak Art Gallery. Okay. And I make myself. I'm an artist. Oh, you also artist. Your main name? My name is C.D. Lama. Your contact number? Connect number? Yeah, any tourist. Phone number? Yeah. 19806 and 38344. Okay, Pokhara and Lakeside. Left side. Okay, thank you so much. It's a very attractive little shop. Okay. എന്തായാലും നല്ല മനുഷ്യൻ കേട്ടോ, പുള്ളിക്കാരൻ ഒരു ആർട്ടിസ്റ്റാണ്. എന്തായാലും നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുവാണ്. ഇവിടെ മൊത്തം എന്താണ് ഒരു അടിപൊളി ലൈഫാണ് കേട്ടോ. ടൂറിസ്റ്റൊക്കെ കാണുന്നില്ല, നല്ലപോലെ ഉണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ. നമുക്കൊരു റിയൽ ലൈഫില്ലേ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷൻസാണ്. എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. ക്ലോത്തിൻ്റെ ഒക്കെ കളക്ഷൻ കണ്ടു. നമ്മുടെ ലേഡീസിനൊക്കെ പറ്റിയ ക്ലോത്തിൻ്റെ ഒക്കെ കളക്ഷൻ ഇഷ്ടം പോലെയുള്ളൊരു ലൊക്കേഷനാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കാരണം ഈ മരം കണ്ടു, അത് അവരവിടെ സംരക്ഷിച്ച് നിർത്തി എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ മൊത്തം കടകളാണ് കേട്ടോ. ക്ലോത്തിൻ്റെ ഒക്കെ ഡിഫറെൻ്റ് ഉണ്ട്. ഇത് നമ്മളേതോ സായിപ്പ് അണ്ണനാണ്, നമ്മളേതോ രാജ്യത്തുള്ള ഒരാളാണ്. പുള്ളിക്കാരൻ എന്താണ് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് ട്രൗസറും പാൻറ്റൊക്കെ ഇട്ടിട്ട്. നമ്മൾ സാറിനെ കൂടി കാണിച്ചു കേട്ടോ. നമ്മൾ ഇന്നലെ വ്ളോഗിലൊക്കെ ഉൾപ്പെടുത്തിയ ഒരാളാണ്. പുള്ളിക്കാരനെ കൂടി നമുക്കൊന്ന് എന്തെല്ലോ ബടായി പൊളിക്കുന്നുണ്ടോ നമുക്ക് കേട്ടോ. ഇതാണ് ഒരാൾ. ഹലോ, ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. Hi bro. Hi. Where are you from? I'm from Pokhara. Oh, you also from Pokhara. Okay, thank you. How are you? Fine. Hi bro, how are you? Okay. Yeah, I will come sometime. Okay, sure. എന്താ നമുക്ക് നമ്മളെ ഡേ ലൈഫ് ഒന്ന് ജസ്റ്റ് എൻജോയ് ചെയ്യുക. എന്നിട്ട് എനിക്ക് ഇവിടെ തിരിച്ച് വരണം. സ്ഥലത്തും കാര്യങ്ങളൊക്കെ ആൾക്കാരൊക്കെ എന്ത് പീസ്ഫുള്ളാണ് അറിയാം. ഇവിടുത്തെ ഓരോ കടകളൊക്കെ നോക്കിയാൽ ഡ്രസ്സിൻ്റെ ഒക്കെ കളക്ഷനാണ് കേട്ടോ. വളരെ അട്രാക്റ്റീവ് ആണ് കേട്ടോ ഇവിടുത്തെ ഷോപ്പും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഇവർ ഒരു ഹോട്ടലിൻ്റെ ഉള്ളു ഭാഗമാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. എന്ത് രസമാണല്ലേ ഒരു ഹോട്ടൽ കാണാൻ വേണ്ടി. സത്യം പറഞ്ഞാൽ കൊതിയാണ് കാണുമ്പോഴൊക്കെ. പക്ഷേ അകത്ത് കയറാൻ എന്നെ കൊണ്ട് ഇപ്പോൾ ആവില്ല, കാരണം വളരെ എക്സ്പെൻസാണ് കേട്ടോ. നല്ല പൈസ വേണം ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മാത്രം. പോഖറ എന്ന പട്ടണത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് നേപ്പാളിലെ സെക്കൻഡ് ലാർജസ്റ്റ് ലേക്ക് എന്നറിയപ്പെടുന്ന ഫേവ ലേക്ക് എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് ഫേവ ലേക്ക്. സീ ലെവൽ 742 മീറ്ററാണ്. ഇതിൻ്റെ ആഴം എന്ന് പറയുന്നത് ഏകദേശം 28 ഫീറ്റാണ്. കൂടാതെ തന്നെ ഏകദേശം 5.7 കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഈ ഒരു തടാകം സ്ഥിതി ചെയ്യുന്നത്. നേപ്പാളിലെ രണ്ടാമത്തെ ശുദ്ധജല തടാകം എന്നാണ് ഈ ഒരു തടാകത്തെ പറയുന്നത്. അത്രയും സുന്ദരമായിരിക്കുന്നു കേട്ടോ ഈ ഒരു സ്ഥലം. നിയർ ബൈ വരുന്ന വലിയ പർവ്വതം അന്നപൂർണയാണ്. ഏകദേശം 40 കിലോമീറ്ററാണ് പറയുന്നത് പൊതുവെ. എന്തായാലും എന്ത് രസമാണല്ലോ ഇതൊക്കെ കാണാൻ വേണ്ടി. തടാകത്തിൽ നോക്കിയാൽ ധാരാളം തോണിയും ബോട്ടും, അതായത് ജനങ്ങൾ വന്ന് നല്ലതുപോലെ സന്തോഷത്തോടെ എൻജോയ് ചെയ്യുന്ന ഒരു ലൊക്കേഷൻ കൂടിയാണ് പൊഖറ എന്ന് പറയുന്ന നഗരവും കൂടാതെ ചുറ്റിപ്പറ്റി കിടക്കുന്ന ഫേവ ലേക്കും എല്ലാം കൊണ്ടും സുന്ദരമായിരിക്കുന്നു ഈ സ്ഥലം. പൊഖറയിൽ നിന്ന് തിരിച്ചു പോകാൻ വേണ്ടി ഞാൻ വണ്ടി കയറിയിട്ടുണ്ട്. നേപ്പാൾ പൈസ 500 രൂപയാണ് കേട്ടോ ഈ ഒരു വണ്ടിക്ക് വരുന്നത്. ഏകദേശം ഇന്ത്യൻ പൈസ പറയുമ്പോൾ വളരെ കുറവാണ്. അപ്പം നേപ്പാളിലെ വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഇതേപോലെയുള്ള വലിയ പട്ടണത്തിൽ വന്നാൽ നമ്മളെ യാത്ര എങ്ങനെയാണ് പോവുക കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഇനി പാട്ടും വെച്ച് ഒരു പോക്കാണ്. വൈകുന്നേരം വരെ ലിസൺ ഓൺലി പാട്ടാണ് കേട്ടോ. വേറെ ഒന്നും ചെയ്യില്ല. ഇതിൽ കിടന്നുറങ്ങും. പുറത്തുനിന്ന് ഭക്ഷണം പോലും കഴിക്കില്ല, കാരണം എനിക്ക് ആവില്ല കേട്ടോ ബസ്സിൽ. ഇവിടുത്തെ റോഡില്ലാത്തതുകൊണ്ട് ബസ്സിലൊക്കെ പോകുമ്പോൾ തല കറങ്ങി ഛർദ്ദിക്കും, ഭ്രാന്താണ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ എന്താ ചെയ്യുക വിചാരിച്ചാൽ എന്താണ് ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങി ഭക്ഷണം കഴിക്കുന്നത്. ഈ ഒരു വണ്ടി ഉണ്ടോ, ഈ ഒരു കാരവൻ ഈ ടൈപ്പ് വണ്ടി ഡയറക്റ്റ് പോകുന്നത് എന്താണ് നമ്മളെ നാരായൺഘാട്ടിലേക്കാണ്. പക്ഷെ എനിക്ക് നടക്കത്തില്ല കേട്ടോ. ആ വണ്ടി എന്താണ് ഇലക്ട്രിക്കാണ് തോന്നുന്നു. പക്ഷെ നമുക്ക് പിടിക്കില്ല, ഭയങ്കര ഛർദ്ദിക്കൊക്കെ ചെയ്യും. എന്തൊക്കെ ടൈപ്പ് വാഹനമുണ്ട്, പക്ഷെ നടക്കില്ല. ഈ ഒരു വാഹനത്തിലാണ് പോകുന്നത്. ഓൾസോ സീറ്റ് മൊത്തം കാലിയാണ്. നേരത്തെ തന്ന ഇടം പിടിച്ചിട്ടുണ്ട്. പൊഖറയിലെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെയുള്ള ഗ്രാമ വീടുകളിൽ നിന്നും വലിയൊരു സിറ്റിയിൽ വന്നാലുള്ള ഒരു ഡിഫറൻറ്റ് കൂടി നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ.